ഓം ശ്രീ ആഞ്ജനേയായ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഈ ഒരു വീഡിയോയിൽ വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാൻ പറയുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2026 ജൂൺ മാസം 2-ാം തീയതി ചൊവ്വാഴ്ച ദിവസം, അന്ന് മൂലം നക്ഷത്രമാണ്. വെളുപ്പിനെ 1:48 AM മിഥുന രാശിയിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നത്. അതായത് കൊല്ലവർഷം 1201 ആണ്ട് ഇടവം 19 വ്യാഴത്തിന്റെ അതായത് വ്യാഴം കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കുന്നത്. കർക്കിടക രാശി വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. വ്യാഴം ഫുൾ പവറിൽ നിൽക്കുന്ന സമയം. 12 വർഷത്തിന് ശേഷമാണ് വീണ്ടും കർക്കിടക രാശിയിലേക്ക് വ്യാഴം എത്തുന്നത്. ഒരു രാശിയിൽ 1 വർഷമാണ് വ്യാഴം തുടരുന്നത്. 2025 മെയ് മാസം 14-ാം തീയതി മുതൽ മിഥുനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം ജൂൺ 2026 ജൂൺ 2 കർക്കിടക രാശിയിലേക്ക് മാറുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാൻ പറയുന്നത്. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, അതായത് 7-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനുമായ വ്യാഴം 2-ാം ഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത്. നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹനിലയിൽ വ്യാഴത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് കറക്റ്റായിട്ട് നോക്കി അതിന് ഉചിതമായ രീതിയിലുള്ള പരിഹാരങ്ങളും വഴിപാടുകളും ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള നല്ല രീതിയിലുള്ള ഉന്നമനം തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജീവിത പ്രശ്നങ്ങൾക്ക് കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വ്യാഴമാറ്റം 7-ാം ഭാവാധിപനായ വ്യാഴം 2-ാം ഭാവത്തിൽ മാറുന്നു. 2-ാം ഭാവം ഇതില് കുടുംബ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു. അതുപോലെ ധനസംബന്ധം, അങ്ങനെയുള്ള കടം കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ്. കടം അങ്ങനെയുള്ള ഇതെല്ലാം വീട്ടാനും ധനം എവിടുന്നെങ്കിലും കടം കൊടുത്ത് കിട്ടാനുണ്ടെങ്കിലും അതെല്ലാം തിരിച്ചു കിട്ടാനുള്ള ദൈവാധീനമുള്ള സമയം കൂടിയാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. 7-ാം ഭാവാധിപനായ വ്യാഴം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കളത്രസ്ഥാനമാണ്. ദാമ്പത്യപരമായിട്ടുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അതെല്ലാം മാറി നല്ല രീതിയിലുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന സമയം കൂടിയാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അതുപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ഏറെക്കാലമായി വിവാഹം ആലോചിച്ചിട്ടും അങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹത്തോടു കൂടി തന്നെ തടസ്സങ്ങളെല്ലാം മാറി ഉചിതമായ ആലോചനകൾ വന്നു ചേരാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴം മന്ത്രം ദിവസവും ജപിക്കുക. ദേവാനാഞ്ച ഋഷീനാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി. വ്യാഴ മന്ത്രം ദിവസവും ജപിക്കുക. നരസിംഹ മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല സമയമാണ് വരാൻ പോകുന്നത്. പാഴ്ചിലവുകൾ ഒഴിവായി കിട്ടുന്നു. ധനസംബന്ധമായിട്ടുള്ള ഉയർച്ച, മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പ്രതീക്ഷിക്കാവുന്ന നല്ല സമയം. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം 5 തിരിയിട്ട് വിളക്ക് തെളിയിച്ച് മഹാലക്ഷ്മി അഷ്ടകം 3 തവണ ജപിക്കുകയാണെങ്കിലും ധനപരമായിട്ടുള്ള ഉയർച്ച നേടിയെടുക്കാനും സാധിക്കുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ദമ്പതികൾക്കിടയിലുള്ള കലഹങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല സമയം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല സമയമാണ് വരാൻ പോകുന്നത്. നല്ല രീതിയിലുള്ള
സാമ്പത്തിക നേട്ടം, ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ ചിട്ടി കാര്യങ്ങൾ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നതും, അങ്ങനെ പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനും, പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത്, ഏത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യം, പോയ കസ്റ്റമേഴ്സിനെ തിരിച്ചു കിട്ടാനുള്ള ഭാഗ്യം, അതുപോലെ ബ്ലോക്കായി കിടക്കുന്ന ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആയി കിട്ടാനും അങ്ങനെയുള്ള ദൈവാധീനമുള്ള സമയം കൂടിയാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് കുടുംബത്തിൽ നല്ല രീതിയിലുള്ള ഐശ്വര്യം ഉണ്ടാവും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുന്ന സമയം കൂടിയാകും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് പത്താം ഭാവത്തിന്റെ അധിപനായ വ്യാഴം 2ാം ഭാവത്തിൽ. അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. വ്യാഴത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം പ്രതീക്ഷിക്കാവുന്ന നല്ല സമയം. ജോലിയിൽ ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തവർക്ക് അതെല്ലാം സാധിച്ചെടുക്കാൻ സാധിക്കുന്ന സമയം. അതുപോലെ ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള നിവേദനം കൊടുത്തവർക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതുമായിട്ടുള്ള സമയമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. പൊതുവെ അനുകൂല സ്ഥാനത്തേക്കാണ് വ്യാഴമാറ്റം. അതായത് 2, 5, 7, 9, 11 ഭാവങ്ങളിൽ വ്യാഴം വരുന്നത് വളരെ നല്ല സ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ദിവസവും വ്യാഴ മന്ത്രം ജപിക്കുക. വിഷ്ണു ക്ഷേത്ര ദർശനം, വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം പറ്റുന്ന വേളകളിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മാസത്തിൽ ഒരിക്കൽ പാൽപായസം വഴിപാട് നടത്തുന്നതും വളരെ ഉത്തമമാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുന്നതും വ്യാഴ മന്ത്രം ജപിക്കുന്നതും ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും തുളസിമാല വഴിപാടായിട്ട് കൊടുക്കുന്നതും വളരെ ഉത്തമമാണ്. ഇത്രയുമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട ഫലം. നിങ്ങൾക്ക് ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും, കാരണം നിങ്ങളുടെ ഗ്രഹനിലയിൽ വ്യാഴത്തിന്റെ സ്ഥാനം കൂടി കറക്റ്റായിട്ട് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് യഥാവിധി പരിഹാരങ്ങളും വഴിപാടുകളും പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ. എന്റെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യുക. സമയം പോലെ തീർച്ചയായിട്ടും ഞാൻ തന്നെ അതിന് റിപ്ലൈ തരുന്നതാണ്. ഇത്രയുമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട വളരെ അനുകൂലമായിട്ടുള്ള സമയം. ഫലം ആരോഗ്യ സംബന്ധമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നല്ല സമയമാണ്. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് തൃപ്തികരമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. വളരെ നല്ല സമയമാണ്. ധനപരമായിട്ടുള്ള ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന നല്ല ദൈവാധീനമുള്ള സമയമാണ് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി മീനം രാശിയിൽ വരുന്നത് കൊണ്ട് തന്നെ ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും വ്യാഴത്തിന്റെ അനുഗ്രഹത്തോടു കൂടി മാറിക്കിട്ടുന്നതാണ്. ശനീശ്വര മന്ത്രവും ദിവസവും ജപിക്കുക. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് യഥാശക്തി വഴിപാടും കൂടി ചെയ്തു പോവുകയാണെങ്കിൽ വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.